ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ കുറച്ച് ചേരുവ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പ്ലേറ്റിലോട്ട് ഞാൻ ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന അമൃതം പൊടി ഉണ്ടല്ലോ, അതും കൂടെ ഒരു കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഗോതമ്പ് പൊടിൻ്റെ പകരം മൈദപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നമുക്കതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ടെടുക്കാം കേട്ടോ. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് സാധാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചിട്ടെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ കുഴച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ദാ ഞാനിവിടെ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുഴച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാവ് നമുക്ക് ഓരോന്നോരോന്നും അപ്പം തന്നെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ കയ്യിൽ കുറച്ചൊക്കെ ഒന്ന് ഓയിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവം കൂടിയാണ് ഇട്ടത്. അപ്പോൾ ഞാനിതാ ഈ ഒരു ആകൃതിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ മാവെല്ലാം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് അളവിൽ വെള്ളം ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ ഈ ഒരു ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബോൾസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് അപ്പം തന്നെ ഇളക്കി കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നായിട്ട് ഈ വെള്ളത്തിൽ കലങ്ങി പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ക്യൂബ് ശർക്കര എടുത്തിട്ട് ഒന്നൊന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ വെള്ളം കുറച്ചൊന്ന് വറ്റി വന്നിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉരുക്കിയെടുത്തിട്ടുള്ള ആ ശർക്കര വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കളറുള്ള ശർക്കരയാണ് കേട്ടോ. അപ്പോൾ അതാണ് കളർ കാണാനും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇങ്ങനെ കളർ ആവുമ്പോൾ. അപ്പോൾ ഇനി ഇതും കൂടെ ഒന്ന് നല്ല പോലെ തിളച്ച് ഒന്ന് തിക്കായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇനി തിക്കില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. തിളച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി തിക്നെസ് കിട്ടിക്കോട്ടെ വിചാരിച്ചു. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഈത്തപ്പഴം ഒന്ന് കട്ട് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ മതി, ഓപ്ഷനാണ്. ഇല്ലെങ്കിൽ നമുക്ക് കടല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ നട്ട്സ്, ഏത് നട്ട്സായാലും കുഴപ്പമില്ല, എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 മിനിറ്റ്സും കൂടെ ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണിത്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് തണുത്തിട്ട് അല്ലെങ്കിൽ കുറഞ്ഞ ചൂടിലൊക്കെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം റെഡി ആയിട്ടുണ്ട്. വീണ്ടും ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.